ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥ രസവാഹിനി, അധ്യായം 7, ഭാഗം 5. മിഥിലയിലെ ബ്രാഹ്മണരും മന്ത്രിമാരും ദശരഥനെ സിംഹാസനത്തിൽ കണ്ടപ്പോൾ വാർദ്ധക്യമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ദിവ്യപ്രകാശം പ്രസരിക്കുന്നതായി തോന്നി. ഓജസ്സുള്ളതും ആദരവർഹിക്കുന്നതുമായ അദ്ദേഹത്തിന് മുൻപിൽ ചെന്നപ്പോൾ അവർ മടിയോ മറച്ചുവെക്കലോ കൂടാതെ കാൽക്കൽ നമസ്കരിച്ചു. അവർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ മിഥില ചക്രവർത്തിയായ ജനകൻ്റെ ദൂതന്മാരാണ്. അങ്ങയുടെ രാജ്യത്തിൻ്റെയും ക്ഷേമം അന്വേഷിച്ചറിയാൻ മിഥില ചക്രവർത്തി ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാമിത്ര മഹർഷിയുടെ അംഗീകാരത്തോടുകൂടി രാജകീയ ഗുരുവായ മഹാനായ സദാനന്ദൻ്റെ സമ്മതത്തോടും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങയെ അറിയിക്കുന്നതിനായി ജനക മഹാരാജാവിനാൽ അയക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ദശരഥൻ്റെ മുഖം മന്ദസ്മിതത്താൽ പ്രകാശിതമായി. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അചഞ്ചലമായിരുന്നു. മിഥിലയിൽ നിന്നും എത്തിയ നിവേദക സംഘത്തിൻ്റെ വിനയവും സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓ ബ്രാഹ്മണോത്തമന്മാരെ, മിഥില രാജ്യത്തെ മന്ത്രിമാരെ, അയോധ്യ രാജ്യത്തിൻ്റെ ഭരണത്തിൽ യാതൊരു പോരായ്മയുമില്ല. അഗ്നിഹോത്രം തുടങ്ങിയ കർമ്മങ്ങൾക്കും എവിടെയും യാതൊരു വിഘ്നവുമില്ല. എൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനോ സുഖങ്ങൾക്കോ യാതൊരു കുറവുമില്ല. അവരുടെ ധാർമ്മികവും ആധ്യാത്മികവുമായ പുരോഗതിയുടെ പാതയിൽ യാതൊരിടത്തു നിന്നും യാതൊരു വിഘ്നവുമില്ല. എൻ്റെ പ്രജകൾ ഐശ്വര്യം ഉള്ളവരാണ്. ഏറ്റവും ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് അവർ അചഞ്ചലരായി മുന്നേറുകയാണ്. എനിക്കിതെല്ലാം നിങ്ങളോട് പറയുന്നതിൽ സന്തോഷമുണ്ട്. മിഥില ചക്രവർത്തിയായ ജനകൻ്റെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും പറ്റി അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ വേദോക്തമായ കർമ്മങ്ങളുടെ തടസ്സം കൂടാതെയുള്ള അനുഷ്ഠാനത്തെക്കുറിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സന്ദേശം യാതൊന്നും മറച്ചു വയ്ക്കാതെ എന്നെ അറിയിക്കാവുന്നതാണ്. അത് കേൾക്കാൻ എനിക്ക് ഉത്കണ്ഠയുണ്ടാവും. ഇത്രയും മൃദുവായും മധുരമായും ദശരഥൻ അനുവാദം നൽകിയപ്പോൾ മന്ത്രിമാർ ബ്രാഹ്മണരോട് സംസാരിക്കാൻ അടയാളം കാണിച്ചു. പ്രധാന പുരോഹിതൻ സ്ഥാനത്തു നിന്ന് എഴുന്നേറ്റ് സന്ദേശം ഇങ്ങനെ നൽകി. മഹാനും സാർവഭൗമനുമായ ഭരണകർത്താവേ, ഞങ്ങളുടെ മഹാരാജാവായ ജനകൻ തൻ്റെ മകളായ സീതയെ മഹാപരാക്രമിയും വീരനുമായിട്ടുള്ള ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. സംശയമില്ല, അങ്ങ് അതറിഞ്ഞിരിക്കണം. അനേകം രാജകുമാരന്മാർ തങ്ങളുടെ അർഹത തെളിയിക്കാൻ ശ്രമിച്ചിട്ട് മിഥിലയിൽ നിന്നും ഹതാശരായി മടങ്ങിയിട്ടുണ്ടെന്നും അങ്ങ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈശ്വരേച്ഛ അനുസരിച്ച് അങ്ങയുടെ പുത്രന്മാരായ രാമനും ലക്ഷ്മണനും ഞങ്ങളുടെ മഹാരാജാവ് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള മഹായജ്ഞം കാണാനായി വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ വന്നിട്ടുണ്ട്. അങ്ങയുടെ മൂത്ത പുത്രനായ രാമൻ തൻ്റെ അനുപമമായ ശക്തി കൊണ്ട് സീതാദേവിയെ നേടിയിരിക്കുന്നു. മഹാരാജാവേ, ഞങ്ങൾ എന്താണ് പറയേണ്ടത്? ഞങ്ങൾ എങ്ങനെയാണത് വർണ്ണിക്കേണ്ടത്? യജ്ഞശാലയിൽ സമ്മേളിച്ചിരിക്കുന്ന മഹർഷിമാർ, രാജാക്കന്മാർ, രാജകുമാരന്മാർ മുതലായവർ നോക്കി നിൽക്കെ പരാക്രമത്തിൻ്റെ പരമോന്നത ശൃംഗത്തിൽ എത്തിയിരുന്ന രാമൻ ശൈവചാപം എടുത്തുയർത്തി നടുപിടിച്ച് കുത്തനെ നിർത്തി ഞാൻ കെട്ടിമുറുക്കി. ഒരസ്ത്രം അയക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ അജയ്യമായ പവിത്ര ധനുസ് രണ്ടായി പൊട്ടുകയും ചെയ്തു. ആ ശിവധനുസ് എടുത്തു പൊക്കുന്നവന് സീതയെ വിവാഹം ചെയ്തു കൊടുക്കാം എന്നായിരുന്നു പ്രതിജ്ഞ. അതനുസരിച്ച് അവിടെ സമ്മേളിച്ചിരുന്ന രാമന് മഹർഷിമാരും ഞങ്ങളുടെ മഹാരാജാവും ആ രാജകുമാരിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ഈ കാര്യത്തിൽ അങ്ങയുടെ അനുവാദം ലഭിക്കുവാനായി അപേക്ഷിക്കുവാനും അങ്ങയെ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുവാനും കുലഗുരു, പുരോഹിതന്മാർ, മന്ത്രിമാർ, സ്തുതിപാഠകന്മാർ, ബന്ധുജനങ്ങൾ, പരിജനങ്ങൾ, അനുഗാമികൾ എന്നിവരോടൊപ്പം മിഥില രാജധാനിയിലേക്ക് ക്ഷണിക്കുവാനുമാണ് ഞങ്ങളെ അയച്ചിരിക്കുന്നത്. അങ്ങയുടെ ദർശനം ലഭിച്ചതിന് ശേഷം തൻ്റെ പുത്രിയെ വിവാഹം ആലോചിക്കുവാനാണ് ഞങ്ങളുടെ മഹാരാജാവ് ആഗ്രഹിക്കുന്നത്. ഇതറിയിക്കുന്നതിനും കൂടിയാണ് ഞങ്ങളെ മഹാരാജാവ് അയച്ചിട്ടുള്ളത്. പുരോഹിതന്മാരും മന്ത്രിമാരും ദശരഥനിൽ നിന്നുള്ള മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഭക്ത്യാദരങ്ങളോടെ കൈകൂപ്പി സ്തുതി ചെയ്തു. എന്നാൽ ദശരഥൻ അതീവ സൂക്ഷ്മതയോടെ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും പര്യാലോചിച്ച് മറുപടി പറയുന്നതിന് മുമ്പായി കുലഗുരു വസിഷ്ഠൻ, വാമദേവൻ എന്നീ മഹർഷിമാരെയും മറ്റു വേണ്ടപ്പെട്ടവരെയും വിളിക്കുവാൻ ആളെ അയച്ചു.
രാജധാനിയിലെ ബ്രാഹ്മണ മുഖ്യന്മാരെയും ക്ഷണിച്ചു. ഇവരെല്ലാം എത്തിച്ചേർന്ന ശേഷം മിഥിലയിൽ നിന്നും വന്ന സംഘത്തോട് അവർ കൊണ്ടുവന്നിരുന്ന സന്ദേശം വീണ്ടും അറിയിക്കാൻ ആവശ്യപ്പെട്ടു. അവർ അത് കേട്ടതിനു ശേഷം അവരുടെ അഭിപ്രായം അറിയിക്കാൻ മഹാരാജാവ് ആവശ്യപ്പെട്ടു. ആദ്യമായി ദശരഥൻ വസിഷ്ഠന്റെ മുമ്പാകെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് കുലഗുരു തനിക്ക് അംഗീകാരം നൽകണമെന്ന് അപേക്ഷിച്ചു. വസിഷ്ഠനും വാമദേവനും മറ്റുള്ളവരും ആനന്ദപൂർണമായ ശബ്ദത്തിൽ ഉത്തരം പറഞ്ഞു. ഏറ്റവും ശുഭകരം. അവർ ചോദിച്ചു, എന്താണ് ഇതിനെപ്പറ്റി ഇനിയും ചിന്തിക്കുന്നത്? മിഥിലയിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക. മന്ത്രിമാർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. രാമന്റെ വിവാഹ വാർത്ത ക്ഷണത്തിൽ നഗരം മുഴുവനും പരന്നു. രാജ്ഞിമാരുണ്ടായിരുന്ന അന്തഃപുരത്തിലും അതെത്തി. നഗരവാസികൾ ആഹ്ലാദ തള്ളലിൽ ജയശബ്ദം മുഴക്കി. അനുചരന്മാരും സേവകന്മാരും വേഗത്തിൽ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തു. രത്നങ്ങൾ, ചിത്രപ്പണിയുള്ള പട്ടുവസ്ത്രങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ എണ്ണത്തിലും തരത്തിലും ധാരാളം രഥങ്ങളിൽ നിറച്ചുവെച്ചു. ചക്രവർത്തി, അംഗരക്ഷകൻ, കുലഗുരു, വസിഷ്ഠൻ, പുരോഹിതന്മാർ, മന്ത്രിമാർ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, പണ്ഡിതന്മാർ മുതലായവർ അവരവർക്ക് വേണ്ടി സൗകര്യപ്പെടുത്തിയ രഥങ്ങളിൽ കയറി സ്വസ്ഥാനങ്ങളിലിരുന്നു. വിവാഹാഘോഷം ദർശിക്കേണ്ടതിലേക്ക് അയോധ്യ നഗരം തന്നെ മിഥിലയിലേക്ക് നീങ്ങുന്ന പോലെയായിരുന്നു സ്ഥിതി. കൂടെ പോകാൻ ആഗ്രഹിച്ചവർക്കെല്ലാം ദശരഥൻ യഥോചിതം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. പോകാൻ ആഗ്രഹിച്ചവർക്കൊന്നും പുറകെ നിൽക്കേണ്ടി വന്നില്ല. അശ്വങ്ങൾ ഗതിവേഗം കുറയ്ക്കാതെയും ക്ഷീണത്തിൽ ലക്ഷണമൊന്നും കാണിക്കാതെയും അതിവേഗമോടി. രഥത്തിലുള്ളവരുടെ അകം നിറഞ്ഞ സന്തോഷം അശ്വങ്ങളും പങ്കിടുന്നതായി തോന്നി. 2 രാവും 2 പകലും അവർ വഴിയിൽ കഴിച്ചു. 3-ാം ദിവസം രാത്രി സംഘം മിഥിലയിലെത്തി. നഗരത്തിലെ പ്രധാന കവാടത്തിൽ വച്ച് തന്നെ ജനക മഹാരാജാവ് ദശരഥ ചക്രവർത്തിയെ സ്വാഗതം ചെയ്തു. മന്ത്രിമാർ, മഹർഷിമാർ, പുരോഹിതന്മാർ എന്നിവരെയും അദ്ദേഹം യഥോചിതം സ്വാഗതം ചെയ്തു. അവർക്ക് അനുവദിക്കപ്പെട്ട വസതികളിൽ രാത്രി വിശ്രമിക്കുന്നതിനായി സൗകര്യപ്പെടുത്തി. നേരം പുലർന്ന ഉടനെ ദശരഥൻ ഋത്വിക്കുകളെയും രാജാക്കന്മാരെയും ബന്ധുജനങ്ങളെയും വരുത്തി. അവരെ ആവശ്യമുള്ളപ്പോൾ ലഭിക്കത്തക്ക നിലയിൽ തയ്യാറാക്കി നിൽക്കണമെന്ന് ജാഗ്രതപ്പെടുത്തി. അതിനിടയിൽ ജനകൻ ദശരഥന്റെ വസതിയിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ യജ്ഞശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരവരുടെ അധികാരത്തിനും അന്തസ്സിനും പദവിക്കുമനുസരിച്ച് അവിടെ ഗുരുഭൂതന്മാർക്കും ചക്രവർത്തിക്കും പരിവാരങ്ങൾക്കും പ്രത്യേകമായി ഇരിപ്പിടങ്ങൾ സൗകര്യപ്പെടുത്തിയിരുന്നു. എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായപ്പോൾ ജനകൻ ഈ വാക്കുകളാൽ ദശരഥനെ സ്വാഗതം ചെയ്തു. മഹർഷിമാർ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, ബന്ധുജനങ്ങൾ, മന്ത്രിമാർ, അംഗരക്ഷകർ എന്നിവരുടെ കൂടെ മിഥിലയിലേക്കുള്ള അങ്ങയുടെ ആഗമനം ഞങ്ങളുടെ മഹാഭാഗ്യത്തിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. അതീത ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള സുഹൃതത്തിൻ്റെ ഫലത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങയുടെ പുത്രൻ്റെ പരാക്രമത്തെയും വിജയത്തെയും പറ്റി കേട്ടിട്ട് അങ്ങയുടെ ഹൃദയം അത്യാനന്ദം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് എനിക്കുറപ്പുണ്ട്. അംഗങ്ങളായ തമ്പുരാക്കന്മാരുടെ അതിരറ്റ പരാക്രമത്തിൻ്റെ ഉജ്ജ്വല പ്രഭയോടുകൂടിയ മഹത്തായ രഘുവംശവുമായി ഞാൻ ബന്ധുത്വത്തിലേർപ്പെടാൻ പോവുകയാണ്. ഈ ബന്ധുത്വം കൊണ്ട് എൻ്റെ വംശം മുമ്പെങ്ങുമുണ്ടായിരുന്നതിനേക്കാൾ ഉപരി പവിത്രീകരിക്കാൻ പോവുകയാണ്. എൻ്റെ പൂർവ്വപിതാക്കന്മാർ എന്നിൽ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ഫലമാണത്. ഞാൻ വിശ്വസിക്കുന്നു. മഹാരാജാവേ, നാം നടത്തിക്കൊണ്ടിരുന്ന യജ്ഞം ഇന്ന് രാവിലെ സമാപിക്കും. യജ്ഞം അവസാനിച്ചതിന് ശേഷം സീതയുടെയും രാമൻ്റെയും വിവാഹം നടത്തണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അങ്ങയുടെ അനുവാദം ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. ദശരഥൻ ആനന്ദം കൊണ്ട് പുളകിതനായി. തെളിഞ്ഞ മന്ദസ്മിതത്താൽ അദ്ദേഹത്തിൻ്റെ മുഖം തിളങ്ങി. അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, അങ്ങാണ് ദാതാവ്. ദാതാവിൻ്റെ മധുരോദാരമായ ഇച്ഛയ്ക്കും സന്തോഷത്തിനും അനുസരിച്ചാണ് ദാനം സ്വീകരിക്കേണ്ടതെന്ന് ഗുരുജനങ്ങൾ പറയുന്നു. അതുകൊണ്ട് അങ്ങേക്ക് എപ്പോൾ ദാനം ചെയ്യാൻ ഇഷ്ടമോ അപ്പോൾ ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. ദശരഥൻ ഇത്രയും ഫലിതത്തോടും ജ്ഞാനത്തോടും ഇത്രയും ഹൃദയ ദ്രവീകരണ ശക്തിയുള്ള സ്നേഹത്തിൻ്റെ ഊഷ്മളതയോടും കൂടി സംസാരിച്ചപ്പോൾ ജനകൻ ഉള്ളിൽ നിറഞ്ഞുയരുന്ന ആനന്ദത്തിന് അധീനനായി. അപ്പോഴേക്കും രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയോടുകൂടി യജ്ഞശാലയിലേക്ക് പ്രവേശിച്ചു. അവർ പിതാവിൻ്റെയും വസിഷ്ഠൻ, വാമദേവൻ തുടങ്ങിയ ഗുരുഭൂതന്മാരുടെയും മുമ്പിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. കുറേ കാലമായി കാണാതിരുന്ന മക്കളുടെ മേൽ പതിച്ച ദശരഥൻ്റെ നയനങ്ങൾ ആനന്ദം കൊണ്ടു തിളങ്ങി. അദ്ദേഹം അവരെ പിടിച്ച് മാറോടടുപ്പിച്ചു. കൈകൾ അവരുടെ ചുമലിൽ വച്ചു.
അങ്ങനെ മക്കളെ ഓമനിച്ചു കൊണ്ടിരുന്നപ്പോൾ അച്ഛനുണ്ടായ ആനന്ദം കണ്ട് ബ്രാഹ്മണരും മന്ത്രിമാരും ആ പുത്രസ്നേഹത്തിൻ്റെ അഗാധതയെ വിലമതിക്കുന്നതിൽ തങ്ങളെ തന്നെ വിസ്മരിച്ചു. അവർ മനസ്സാ ചെയ്ത അഭിനന്ദനത്തിൽ സ്വയം ലയിച്ചുപോയി. ദശരഥൻ സ്നേഹപൂർവ്വം മക്കളുമായി സംഭാഷണം നടത്തി. രാക്ഷസശക്തികളുടെ പരാക്രമങ്ങളിൽ നിന്നും തങ്ങൾ രക്ഷിച്ച യജ്ഞത്തെ പറ്റിയുള്ള അവരുടെ ലളിതമധുരമായ വർണ്ണനം അദ്ദേഹം ശ്രദ്ധിച്ചു. വിശ്വാമിത്രൻ്റെ ആശ്രമത്തിൽ നിന്നും മിഥിലയിലേക്കുള്ള യാത്രയിലുണ്ടായ സംഭവങ്ങൾ അവർ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു. ഈ വിവരണം വസിഷ്ഠൻ, വാമദേവൻ, മറ്റു മഹർഷിമാർ, ഭരതൻ, ശത്രുഘ്നൻ, സുമന്ത്രർ, മറ്റു മന്ത്രിമാർ, സ്തുതിപാഠകന്മാർ, കുലീനന്മാർ എന്നിവരും ശ്രവിച്ചു. വിവരണത്തിൻ്റെ ഊടും പാവവുമായ അത്ഭുതവും നിഗൂഢതയും അയവിറക്കിക്കൊണ്ടവർ രാത്രി കഴിച്ചു. ഇതിനിടയിൽ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ ചെയ്യുന്നതിൽ നിമഗ്നനായിരുന്ന ജനകൻ, അദ്ദേഹം മിക്കപ്പോഴും രാജധാനിയിൽ തന്നെയായിരുന്നു. ശരിയായ നിലയിൽ വിവാഹ കർമ്മങ്ങൾക്ക് പ്രാരംഭമായി അനുഷ്ഠിക്കേണ്ടതായ വിവിധ കർമ്മങ്ങൾക്കും ആവശ്യമായ ആളുകളെയും സാധനങ്ങളെയും ഒരുക്കിക്കൂട്ടുവാൻ ജനകൻ മുഖ്യ പുരോഹിതനായ സദാനന്ദനെ രാജധാനിയിലേക്ക് വരുത്തി. അദ്ദേഹത്തോട് ആദര സമന്വിതം അപേക്ഷിച്ചു. അദ്ദേഹം മറുപടി നൽകി, മഹാരാജാവേ, യജ്ഞം ഇന്ന് സമാപിച്ചു. അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ ആചാരസംബന്ധമായ ചടങ്ങുകൾ നിർവഹിക്കുന്നതിന് ശുഭകരമായ ചില മുഹൂർത്തങ്ങളുണ്ടെന്ന് കാണുന്നു. അങ്ങ് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം വിവരങ്ങൾ നൽകാം. ഇത് കേട്ടപ്പോൾ സദാനന്ദനെ വന്ദിച്ചുകൊണ്ട് കൈകൂപ്പി നിന്ന് ജനകൻ പറഞ്ഞു, ഗുരു, ഇന്നലെ രാത്രി എനിക്ക് ദശരഥൻ്റെ സമ്മതം കിട്ടി. ഇത് തീർച്ചയായും മഹാഭാഗ്യത്തിൻ്റെ ലക്ഷണമാണ്. എൻ്റെ ഇളയ സഹോദരൻ കുശധ്വജൻ ഇപ്പോൾ ഇവിടെയില്ല. മുഖ്യ പുരോഹിതന്മാർ ആവശ്യപ്പെടുമ്പോഴെല്ലാം യജ്ഞത്തിനാവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്ന തിരക്കിലായിരുന്നു അവൻ. ഈ ദിവസങ്ങളിലൊക്കെ അവൻ അടുത്തില്ലാത്ത ഏറ്റവും ശുഭമായ ഈ കർമ്മം നടത്താൻ എനിക്ക് മടിയുണ്ട്. ഈ കാര്യത്തിൽ അവനുള്ള ആനന്ദം നിഷേധിക്കേണ്ട ആവശ്യം എനിക്കില്ല. അവനെ എത്രയും വേഗം ഇവിടെ എത്തിക്കാനുള്ള ശ്രമം നടത്താനുമുണ്ട്. അവൻ്റെ ആഗമനത്തിന് ശേഷം ദിവസം നിശ്ചയിക്കുകയായിരിക്കും ഉത്തമം എന്നാണ് എൻ്റെ പക്ഷം. സദാനന്ദൻ പറഞ്ഞു, നല്ലത്, അത് നമുക്കെല്ലാം അളവറ്റ ആനന്ദം നൽകും. ഇത് പറഞ്ഞ് അദ്ദേഹം രാജധാനിയിൽ നിന്നും പോയി. കഴിയും വേഗം സഹോദരനെ മിഥിലയിലേക്ക് കൊണ്ടുവരണമെന്ന നിർദ്ദേശവുമായി ജനകൻ ദൂതന്മാരെ അയച്ചു. അവർ അദ്ദേഹത്തെ തലസ്ഥാന നഗരിയായ ശംഖ്യാസയിൽ കണ്ടെത്തി. സാധാരണ കുതിരകളെക്കാൾ കൂടുതൽ ഗതിവേഗമുള്ള കുതിരകളാണ് അവരെ അത്രയും വേഗം അവിടെ എത്തിച്ചത്. അവർ അദ്ദേഹത്തെ മിഥിലയിലെ സംഭവവികാസങ്ങൾ അറിയിച്ചു. കുശധ്വജൻ ഉള്ളിൽ നിന്നും ഉദ്ഗമിച്ച ആനന്ദപ്രവാഹത്തിന് അധീനനായി. അദ്ദേഹം അതിവേഗം ബന്ധുജനങ്ങളെയും പരിജനങ്ങളെയും വരുത്തി. ദാനവസ്തുക്കൾ, സമ്മാന വസ്തുക്കൾ, അർച്ചന സാധനങ്ങൾ, അനേകം അമൂല്യ വസ്തുക്കൾ എല്ലാം രഥങ്ങളിൽ നിറച്ചു. അന്ന് രാത്രി തന്നെ പുറപ്പെട്ട് അതിവേഗം മിഥിലയിലെത്തി. സഹോദരൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് അക്ഷമനായി കഴിഞ്ഞിരുന്ന ജനകൻ സഹോദരനെ പ്രേമപൂർവ്വം ആശ്ലേഷിച്ചു. അദ്ദേഹത്തിനുണ്ടായ ആനന്ദം അവാച്യമായിരുന്നു. കുശധ്വജൻ ജ്യേഷ്ഠൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. സദാനന്ദനെയും അദ്ദേഹം നമസ്കരിക്കുകയുണ്ടായി. അനന്തരം അവർ 3 പേരും ഭാവി കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുന്നതിനായി ഉയർന്ന ഇരിപ്പിടങ്ങളിലിരുന്ന് ചർച്ച ആരംഭിച്ചു. ഒടുവിൽ ചെയ്യേണ്ടത് എന്താണെന്നതിനെപ്പറ്റി ഒരു തീരുമാനത്തിലെത്തിയ ശേഷം സമാരാധ്യനും സമുന്നത രാജതന്ത്രജ്ഞനുമായ സുദാമനെ വരുത്തി അദ്ദേഹം പറഞ്ഞു, മന്ത്രി, അങ്ങ് ഇപ്പോൾ തന്നെ ദശരഥൻ്റെ സന്നിധിയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ, പുരോഹിതന്മാർ, രാജസ്തുതി പാഠകന്മാർ, ബന്ധുജനങ്ങൾ, കൂടെ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർ, ഇവരെയെല്ലാം ഒന്നിച്ച് ഇവിടെ ഈ രാജധാനിയിലേക്ക് വരാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കൂ. അർഹിക്കുന്ന ബഹുമാനാദരങ്ങളോടുകൂടി വേണം അവരെ ആനയിക്കാൻ. സുദാമൻ തന്നോടൊന്നിച്ച് ഒരു കൂട്ടം രാജസ്തുതി പാഠകന്മാരെയും വിദ്വാൻമാരെയും കൊട്ടാര പുരോഹിതന്മാരെയും കൂട്ടി ചക്രവർത്തിയെയും സംഘത്തെയും കൊണ്ടുവരുന്നതിന് ഭംഗിയായി അലങ്കൃതങ്ങളായ രഥങ്ങൾ തയ്യാറാക്കി ദശരഥൻ താമസിച്ചിരുന്ന രാജധാനിയിലേക്ക് ചെന്ന് താൻ കൊണ്ടുവന്ന സന്ദേശം മൃദുമധുരമായ രീതിയിൽ ദശരഥന് സമർപ്പിച്ചു. വലിയ ഉപചാരത്തോടുകൂടി ജനകന്റെ രാജധാനിയിലേക്ക് ക്ഷണിച്ചു. ദശരഥൻ തയ്യാറായിരുന്നു. അദ്ദേഹം അനുയായികളോടുകൂടി ഉടൻ പുറപ്പെട്ട് ജനകന്റെ ദർബാർ ഹാളിലെത്തി. അവസരത്തിനും പദവിക്കും അന്തസ്സിനും യോജിച്ച വിധം അവർ അന്യോന്യം അഭിവാദനം ചെയ്തു. അവർക്കു വേണ്ടി പ്രത്യേകമായി വെച്ചിരുന്ന ആസനങ്ങളിലിരുന്നു. പിന്നെ ദശരഥൻ എഴുന്നേറ്റ് പറഞ്ഞു, ജനക,
ഇക്ഷാകു രാജവംശത്തിന് വസിഷ്ഠ മഹർഷിയാണ് ഭൂമിയിലെ ദൈവം. അദ്ദേഹം ജനങ്ങളുടെ പരമഗുരുവാണ്. ഞങ്ങളുടെ രാജവംശത്തിൻ്റെ പാരമ്പര്യത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ആധികാരികമായി സംസാരിക്കാം. ദശരഥൻ ഇരുന്ന ശേഷം വസിഷ്ഠൻ സദസ്സിനെ അംഗീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: രാജഗുരു, ഇവിടെ സമ്മേളിച്ചവരെല്ലാം ശ്രദ്ധിക്കുക. അവ്യക്തനും പരമോന്നതനും അനശ്വരനും പരിശുദ്ധനുമായ ബ്രഹ്മാവ് ഇച്ഛാശക്തി കൊണ്ട് മരീചിയെ സൃഷ്ടിച്ചു. മരീചിയുടെ മകൻ കാശ്യപൻ, അദ്ദേഹത്തിൻ്റെ മകൻ സൂര്യൻ, സൂര്യൻ്റെ മകൻ മനു, മനുവിന് വൈവസ്വത മനു എന്നു പേരുള്ള മകൻ. അദ്ദേഹം ജനങ്ങളെ ഭരിച്ചു. അദ്ദേഹം പ്രജാപതി എന്ന സ്ഥാനപ്പേർ നേടി. അദ്ദേഹത്തിന് ഇക്ഷാകു എന്ന ഒരു പുത്രൻ പിറന്നു. അദ്ദേഹമായിരുന്നു ആദ്യമായി അയോധ്യയുടെ ആധിപത്യം വഹിച്ചത്. അതുകൊണ്ട് ഈ രാജവംശത്തിന് ഇക്ഷാകു വംശം എന്ന പേര് വന്നു. ഇക്ഷാകുവിൻ്റെ മകനാണ് കുക്ഷി. കുക്ഷിയുടെ പുത്രന് വികുക്ഷി എന്ന പേർ. അദ്ദേഹത്തിൻ്റെ മകൻ ബാണൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ അനാരണ്യൻ. അനാരണ്യന് ത്രിശങ്കു എന്ന മകൻ പിറന്നു. ത്രിശങ്കുവിൻ്റെ മകൻ ദുന്ധുമാരൻ. ദുന്ധുമാരൻ്റെ പുത്രൻ യുവനാശ്വൻ. യുവനാശ്വൻ്റെ പുത്രൻ്റെ പേര് മന്ദദ. അദ്ദേഹത്തിൻ്റെ പുത്രനായ സുസന്ധിക്ക് 2 പുത്രന്മാരുണ്ടായി, ദൈവസന്ധിയും പ്രസേനജിത്തും. ദൈവസന്ധിയുടെ പുത്രനാണ് പ്രസിദ്ധനായ ഭരതൻ. ഭരതൻ്റെ മകൻ അസിതൻ. അസിതൻ രാജ്യഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഹൈഹയന്മാരും താലജകന്മാരും ശശിബിന്ദുക്കളും യോജിച്ച് അയോധ്യയെ ആക്രമിച്ചു. അസിതന് തൻ്റെ 2 രാജ്ഞിമാരോടൊപ്പം രാജ്യം വിട്ട് ഹിമാലയ പ്രദേശത്തേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹം ഭൃഗുപ്രശ്നവനം എന്ന സ്ഥലത്ത് അഭയം തേടി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടെ വച്ച് ചരമഗതി പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ 2 രാജ്ഞിമാരും അദ്ദേഹം മരിക്കുമ്പോൾ ഗർഭവതികളായിരുന്നു. അവർ ച്യവനൻ്റെ ആശ്രമത്തിൽ രക്ഷ നേടി. അവരുടെ സ്ഥിതി കണ്ട് കരുണാർത്തനായ ച്യവനൻ അവരെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു: മാതാക്കളെ, ഒരു നിലയിലും ഭയക്കേണ്ട. ഇത് നിങ്ങളുടെ സ്വന്തം ഭവനമാണ്. നിങ്ങൾക്ക് സുഖപ്രസവമുണ്ടാകും. നിങ്ങൾക്ക് ശക്തന്മാരും തേജസ്വികളും ഭാഗ്യശാലികളുമായ കുട്ടികളുണ്ടാകും. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഫലിച്ചു. കുറച്ചു ദിവസങ്ങൾക്കിടയിൽ മൂത്ത രാജ്ഞി സഗരൻ എന്ന പുത്രനെ പ്രസവിച്ചു. അവൻ പിന്നീട് അയോധ്യ ചക്രവർത്തിയായി അഭിഷിക്തനാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അസമജ്ജൻ. അസമജ്ജൻ്റെ മകൻ അംശുബന്ധൻ. അംശുബന്ധൻ്റെ പുത്രനാണ് ദിലീപൻ. അദ്ദേഹത്തിൻ്റെ മകൻ ഭഗീരഥൻ. ഭഗീരഥൻ്റെ പുത്രൻ കാകുസ്തൻ. കാകുസ്തൻ്റെ മകൻ രഘു. രഘുവിന് പ്രവർത്തനൻ എന്ന മകൻ പിറന്നു. പ്രവർത്തനൻ്റെ പുത്രൻ സുദർശനൻ. അദ്ദേഹത്തിൻ്റെ മകൻ അഗ്നിവർണ്ണൻ. അഗ്നിവർണ്ണന് ശീഘ്രകൻ എന്ന പുത്രനുണ്ടായി. ശീഘ്രകന് മരു എന്ന അവനുശേഷം സിംഹാസനം പിതാവിൽ നിന്നും പുത്രനിലേക്ക് വന്നു. തുടർച്ചയായി പ്രശുദ്രുകൻ, അംബരീഷൻ, നഹുഷൻ. നഹുഷൻ്റെ മകനാണ് യയാതി. യയാതിയുടെ പുത്രൻ നഭകൻ. നഭകൻ്റെ മകൻ അജൻ. അജൻ്റെ മൂത്ത മകനാണ് ദശരഥൻ. ദശരഥന് 4 പുത്രന്മാർ: രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. ഓരോ പുത്രന്മാരും അമൂല്യ രത്നങ്ങളാണ്. ജ്യേഷ്ഠപുത്രനായ രാമൻ ശൈവചാപം വളച്ച് ഞാൻ കെട്ടിയൊടിച്ചു. അല്ലയോ രാജഗുരു, പവിത്രവും ശുദ്ധവുമായ ഈ വംശത്തിൽ ജനിച്ച ഓരോരുത്തരും ആധ്യാത്മിക പ്രകാശം നേടിയിട്ടുണ്ട്. ആത്മീയ ശോഭയിൽ പ്രശോഭിച്ചിട്ടുമുണ്ട്. അവർ ധർമ്മിഷ്ഠന്മാരാണ്, കൂടാതെ വീരന്മാരുടെ മുൻപന്തിയിലുമാണ്. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും വംശത്തിൻ്റെ ചരിത്രാഖ്യാനങ്ങളിൽ വെളിച്ചം വീശുന്ന വിലപ്പെട്ട ദീപങ്ങളാണ്. വിവാഹം എന്ന ശുഭസംസ്കാരം ലക്ഷ്മണനും കൂടി നടത്തപ്പെടുന്നത് അഭികാമ്യമായിരിക്കുമെന്ന് ഞാനിപ്പോൾ അഭിപ്രായപ്പെടുന്നു. കാരണം അവൻ രാമൻ്റെ പ്രതിബിംബമാണ്. അങ്ങയുടെ മകൾ ഊർമിള ലക്ഷ്മണൻ്റെ വധു എന്ന നിലയിൽ പ്രശോഭിക്കും.
സംഭവിക്കും. മടിക്കേണ്ട. ഇതുപോലെ തീരുമാനിച്ച് ആവശ്യമുള്ള ഒരുക്കങ്ങൾ ചെയ്യുക. വസിഷ്ഠൻ സദസ്സിനെ അനുഗ്രഹിച്ച് സ്വസ്ഥാനത്തിരുന്നു. മഹർഷി വസിഷ്ഠന്റെ അധരങ്ങളിൽ നിന്നും ഇക്ഷ്വാകു വംശത്തിന്റെ വിവരണം കേട്ടതിനു ശേഷം ജനകൻ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് പറഞ്ഞു, അല്ലയോ ബ്രഹ്മർഷേ, ഒരു കുലീന ഗോത്രത്തിലെ അംഗം തൻ്റെ പുത്രിയെ വിവാഹം നടത്തുമ്പോൾ സ്വന്തം വംശത്തിൻ്റെ ചരിത്ര പ്രഭാവം പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഇല്ലേ? ഞാൻ അങ്ങയുടെ മാതൃക അനുകരിക്കാൻ തീരുമാനിച്ചു. കഥ ഞാൻ തന്നെ പറയുകയാണ്. കാരണം എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ പേര് വീണ്ടും പറയുകയും അവരുടെ പ്രതാപ പരാക്രമങ്ങളെയും രാജപ്രൗഢിയെയും പറ്റി വീണ്ടും സ്മരിക്കുകയും ചെയ്യുക എന്നത് എനിക്ക് ഏറ്റവും ആനന്ദം പ്രദാനം ചെയ്യുന്നു. ഈ വംശത്തിലെ പൂർവ്വപിതാക്കന്മാരുടെ അനുഗ്രഹത്തിൽ കൂടിയാണ് ഞാൻ ഈ ശരീരം സ്വീകരിച്ച് ജനിച്ചത്. ഈ മഹാസമ്മേളനത്തിൽ ഞാൻ അവരെപ്പറ്റി വിവരിച്ചു തന്നാലേ, ഞാൻ തന്നെ അത് ചെയ്താലേ അത് ന്യായീകരിക്കപ്പെടാനും അതിൻ്റെ ആവശ്യം നിറവേറ്റപ്പെടാനും ഇടയാവുകയുള്ളൂ. ജനകൻ എല്ലാവരുടെയും മുമ്പാകെ അർത്ഥനാരൂപത്തിൽ നിന്നു. വസിഷ്ഠൻ അദ്ദേഹത്തിൻ്റെ അപേക്ഷ ശരിവെച്ച് ആവശ്യപ്പെട്ട അനുമതി നൽകി. ജനകൻ അപ്പോൾ തൻ്റെ വിവരണം തുടർന്നു. ബ്രഹ്മർഷേ, ആരാധ്യനായ ആചാര്യന്മാരെ, ദശരഥ മഹാരാജാവേ, വളരെ പുരാതന കാലത്ത് നിമി എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം കർമ്മപദത്തിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹം ശക്തിക്കും ദീർഘദർശിത്വത്തിനും പ്രസിദ്ധി നേടി. അദ്ദേഹത്തിൻ്റെ പുത്രൻ മിഥില എന്ന നഗരം നിർമ്മിച്ചത് തൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കി. ഈ പ്രദേശത്തെ ആദ്യത്തെ സ്വതന്ത്ര രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭരണം വളരെ ജനസമ്മതി നേടി. അദ്ദേഹത്തിൻ്റെ പ്രജകൾ സന്തുഷ്ടരും ക്ഷേമാഭിവൃദ്ധിയുള്ളവരും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രൻ സുദാവസു, അദ്ദേഹത്തിൻ്റെ മകൻ നന്ദിവർദ്ധൻ്റെ മകനാണ് സുകേതുവിൻ്റെ മകൻ ദേവരഥന് ബൃഹദ്രഥൻ എന്നൊരു പുത്രനുണ്ടായി. ബൃഹദ്രഥൻ്റെ പുത്രൻ മഹാവീരൻ. സ്വന്തം പേര് സൂചിപ്പിക്കുന്നത് പോലെ അദ്ദേഹം മഹാപരാക്രമിയായിരുന്നു. അദ്ദേഹത്തിന് സുദ്രതി എന്ന പുത്രനുണ്ടായി. സുദ്രതിയുടെ പുത്രൻ ദൃഷ്ടകേതുവിൻ്റെ പുത്രൻ ഹര്യാശന് മാരു എന്നൊരു പുത്രൻ ജനിച്ചു. മാരുവിൻ്റെ മകൻ പ്രതീന്ധകൻ്റെ മകൻ കീർത്തിരഥന് ദേമീതൻ എന്നൊരു പുത്രനുണ്ടായി. ദേമീതൻ്റെ പുത്രനാണ് വിബുധൻ്റെ പുത്രൻ കീർത്തിരഥൻ്റെ മകൻ മഹാരോമൻ്റെ പുത്രൻ ഹ്രസ്വരൂപൻ. അദ്ദേഹം മതിഭ്രമമുള്ളൊരു ഭരണകർത്താവും വലിയ ധർമ്മിഷ്ഠനും ആയിരുന്നു. അദ്ദേഹം മഹാത്മാ എന്ന് പ്രകീർത്തിക്കപ്പെട്ടു. അദ്ദേഹമാണ് എൻ്റെ അച്ഛൻ ഒരു ആദർശ പുരുഷനായിരുന്നുവെന്ന് അംഗീകരിക്കുന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. സത്യമിതാണ്, എൻ്റെ പൂർവ്വപിതാക്കന്മാർ ഗുണോത്കർഷവും മതിപ്പും നേടി പൈതൃകം എന്ന നിലയിൽ ഞങ്ങൾക്ക് കൈമാറിയതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ സന്തോഷത്തോടുകൂടി ഇന്ന് മിഥില നഗരിയിൽ ഭരണം നടത്തുന്നത്. എൻ്റെ ഭ്രാതാവ് കുശധ്വജൻ എനിക്ക് ഒരു സഹോദരനേക്കാളും അപ്പുറമാണ് അയാൾ. ഞാൻ അവനെ ദിവ്യത്വമുള്ളൊരു വ്യക്തിയായി ആദരിക്കുന്നു. അവൻ ഒരു സഹോദരനേക്കാൾ ഒരു സുഹൃത്താണ് എനിക്ക്. ഞാൻ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് അവനെ പോറ്റി വളർത്തിയത്. അതിൻ്റെ ഫലമായി അത്രയും വലിയ താല്പര്യവും ബന്ധവും എനിക്ക് അവനോടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ശാങ്ക്യാസ്യയിൽ രാജാവ് ഞാൻ ശിവധനുസ് അദ്ദേഹത്തിന് അടിയറ വയ്ക്കണമെന്നും അല്ലാത്ത പക്ഷം യുദ്ധത്തിൽ അദ്ദേഹത്തെ നേരിടണമെന്നും ആവശ്യപ്പെട്ടു. ഞാൻ അപ്രകാരം ചെയ്തില്ല. അദ്ദേഹം മിഥിലയെ ആക്രമിച്ചു. ഇത് ഞങ്ങൾ തമ്മിലുള്ള കടുത്ത ഒരു യുദ്ധത്തിൻ്റെ കൊടിയടയാളമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ സുധന്മാവ് വധിക്കപ്പെട്ടു. ഞാൻ എൻ്റെ ഭ്രാതാവിനെ ശാങ്കാസ്യയിലെ രാജാവായി വാഴിക്കുകയും ചെയ്തു. ഇക്ഷുമതി തീരത്ത് ആ നഗരം വെട്ടിത്തിളങ്ങിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നു. അത് ദൂരത്തു നിന്നും കണ്ടാൽ പുഷ്പക വിമാനം പോലെ പ്രസിദ്ധമായുള്ള ദേവന്മാരുടെ ദിവ്യരഥങ്ങളൊന്നിനെ അനുസ്മരിപ്പിക്കും. ദേവന്മാർ എന്നിൽ പ്രചോദിപ്പിച്ച മറ്റൊരു ശുഭാശയത്തെപ്പറ്റി ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. ഈ വിവാഹാഘോഷത്തിൻ്റെ ആനന്ദത്തിൽ പങ്കുകാരാനാവാൻ ഞാൻ അവനെ
ഇവിടെ വരുത്തിയിട്ടുണ്ട്. ബ്രഹ്മഷേ, രാമൻ സീതയെയും ലക്ഷ്മണൻ എൻ്റെ മറ്റേ മകളായ ഊർമിളയെയും വിവാഹം ചെയ്യണമെന്ന് അങ്ങ് ആജ്ഞാപിച്ചു. അമേയമായ ആനന്ദത്തോടുകൂടി ഞാൻ ആ ആജ്ഞ സ്വീകരിക്കുന്നു. സീത ഒരു ദിവ്യ കന്യകയാണ്. ഒരു പരാക്രമിക്കുള്ള പാരിതോഷികം എന്ന നിലയിൽ അവൾ രാമനെ വരിക്കട്ടെ. അത്യന്തം വിനീതനായും സന്തുഷ്ടനായും നമ്രശിരസ്കനായും ഞാൻ ഊർമിളയെ ലക്ഷ്മണന് നൽകുന്നു. നിങ്ങളുടെ പരിഗണനയ്ക്കായി എനിക്ക് മറ്റൊരു നിവേദനം കൂടി ഇപ്പോൾ സമർപ്പിക്കേണ്ടതുണ്ട്. ദശരഥ മഹാരാജാവേ, ദിവ്യാനുഗ്രഹത്തിൻ്റെ ഫലമായി അങ്ങയ്ക്ക് 4 പുത്രന്മാരുണ്ട്. എന്തിനാണ് 2 കുട്ടികളെ അവിവാഹിതരായി നിർത്തുന്നത്? അവരുടെ വിവാഹം കൂടി നടക്കുകയാണെങ്കിൽ നമ്മുടെ സന്തോഷം പരിപൂർണമാകും. ഇന്ന് മകം നക്ഷത്രമാണ്. വിവാഹത്തെ സംബന്ധിച്ച പ്രാരംഭ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ഇന്ന് ശുഭദിനമാകുന്നു. നാളെ ഉത്തര ഫാൽഗുനി നക്ഷത്രത്തിൽ എൻ്റെ സഹോദരൻ്റെ പുത്രിമാരായ മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നും ദാനം ചെയ്യുന്നതിന് ഞാൻ നിങ്ങളുടെ അനുമതിക്ക് അപേക്ഷിക്കുന്നു. ഇത് കേട്ടപ്പോൾ ആ വലിയ സദസ്സിലെ ഓരോരുത്തരും അതിനെ പുകഴ്ത്തി ശുഭം ശുഭം എന്ന് പറഞ്ഞ് അവരുടെ കരഘോഷം ആകാശത്തെ ഭേദിച്ചു. ഭരതൻ്റെയും ശത്രുഘ്ൻ്റെയും വിവാഹങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം ജനക ചക്രവർത്തി പ്രകടിപ്പിച്ചപ്പോൾ മഹർഷിമാരായ വസിഷ്ഠൻ, വാമദേവൻ, വിശ്വാമിത്രൻ എന്നിവരും മറ്റുള്ളവരും തമ്മിൽ ആലോചന നടത്തി. ദശരഥനെ കൊണ്ട് എളുപ്പത്തിൽ സമ്മതിപ്പിച്ചു. അവർ ജനകനെ ഇപ്രകാരം അറിയിച്ചു: അല്ലയോ രാജാവേ, ഇക്ഷ്വാകു, വീദേഹം എന്നീ 2 ഗോത്രങ്ങളും പവിത്രമായ പാരമ്പര്യം പൂർണ്ണമായിട്ടുള്ളവയാണ്. അവയുടെ പരിശുദ്ധി അമേയമത്രേ. എത്ര പണ്ഡിതനായാലും പ്രാപ്തനായാലും ഒരാൾക്കും തന്നെ ഈ 2 വംശങ്ങളുടെ വലിപ്പം അളക്കുവാനും വർണ്ണിക്കുവാനും കഴിയുകയില്ല. ഇത്രയും ഉയർന്ന അന്തസ്സുള്ളതോ കുലീനത്വത്തിൽ അതിന് തുല്യമാണെന്ന് പറയുന്നതോ ആയ 2 വംശങ്ങളും ഇപ്പോൾ വിവാഹബന്ധം കൊണ്ട് കൂട്ടിയിണക്കുന്നത് തീർച്ചയായും വളരെ ശുഭകരമായ ഒരു സംഭവമാണ്. ഇത് വളരെയേറെ ഉചിതവും സ്തുത്യർഹവും ശുഭവുമാണ്. കൂടുതലായി വധൂവരന്മാർ സർവ്വതാ അനുരൂപന്മാരാണെന്നതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാകുന്നു. അങ്ങയുടെ സഹോദരൻ കുശധ്വജൻ ധർമ്മബോധമുള്ള ആളും ധർമാനുഷ്ഠാനത്തിൽ ദത്തശ്രദ്ധനുമാണ്. അദ്ദേഹം തൻ്റെ പുത്രിമാരുടെ വിവാഹം വഴി ദശരഥനുമായി ബന്ധപ്പെടുകയാണെന്നതും സത്യത്തിൽ നല്ലതു തന്നെ. ഇത് അത്യാനന്ദത്തിൻ്റെ ഉറവിടമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുത്രിമാരായ മാണ്ഡവിയുടെയും ശ്രുതകീർത്തിയുടെയും ഭരതനും ശത്രുഘ്നുമായുള്ള വിവാഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ വിവാഹങ്ങൾ വഴി ഈ രാജവംശങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുപ്പമുള്ളതാവട്ടെ എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. തങ്ങളുടെ അനുഗ്രഹം പൂർത്തീകരിച്ചതിലുള്ള സന്തോഷത്തോടുകൂടി ജനകനും കുശധ്വജനും മഹർഷിമാരുടെ മുൻപിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. അവർ പറഞ്ഞു: ഇതൊരു സാധാരണ സംഭവമൊന്നുമല്ല. ഈ പൂർത്തീകരണം കൊണ്ട് നാം അനുഗ്രഹീതരായിരിക്കുന്നു എന്നതിൽ നാം എത്ര ഭാഗ്യവാന്മാരാണ്. മഹർഷിമാർ ഈ അഭിപ്രായത്തോട് യോജിച്ചതും അതിൻ്റെ പ്രായോഗികതയ്ക്കുള്ള മാറ്റം അക്ലിഷ്ടമാക്കിയതും എത്ര ഭാഗ്യമാണ്. മഹർഷിമാർ ഒരിക്കലും അശുഭകാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയില്ല. ഞങ്ങൾ അത്യാദരപൂർവ്വം ഭവാന്മാരുടെ എല്ലാ ആജ്ഞകളും അനുസരിക്കുന്നതാണ്. അനന്തരം വസിഷ്ഠൻ പറഞ്ഞു: വേണ്ട, നാം എന്തിനാണ് ഈ വിവാഹങ്ങൾ മറ്റന്നാളേക്കോ മറ്റു വല്ല തീയതിക്കോ മാറ്റിവെക്കുന്നത്? ഇതിനെല്ലാം പറ്റിയ ശുഭദിനമാണ് നാളെ. ഈ 4 വിവാഹങ്ങളും ഒരേ ദിവസം തന്നെ നടത്തപ്പെടുന്നതാണ് നന്നായിരിക്കും. ജനകൻ മറുപടി പറഞ്ഞു: ഞാൻ അനുഗ്രഹീതനായി. തീർച്ചയായും ഗുണനിലമായ ഗുരു, അങ്ങ് കൽപ്പിക്കുന്നതെന്തും അനുഷ്ഠിക്കുന്ന ആളും ദീർഘകാലമായി അങ്ങയുടെ ശിഷ്യനുമാണ് ദശരഥ ചക്രവർത്തി. സഹോദരന്മാരായ ഞങ്ങളും ഈ ദിവസം മുതൽ അങ്ങയുടെ ശിഷ്യന്മാരാണ്. ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം അവിടുത്തെ ചുമലിലാണുള്ളത്. എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരിക. ഞങ്ങൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കും. തികഞ്ഞ വിനയത്തോടും സമാധാനത്തോടും കൂടി കൈകൂപ്പിക്കൊണ്ട് അവർ മഹർഷിയുടെ മറുപടി പ്രതീക്ഷിച്ചു നിന്നു. ഇത് കേട്ടപ്പോൾ ദശരഥൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു: മിഥിലാധിപനായ രാജാവേ, നിങ്ങൾ 2 പേരിലും ഞാൻ കാണുന്ന സദ്ഗുണങ്ങൾ എനിക്ക് വാക്കുകളാൽ വർണ്ണിക്കാൻ സാധ്യമല്ല. ഇവിടെ എത്തിയ ഇത്രയും രാജാക്കന്മാരെയും മഹർഷിമാരെയും ഈ നഗരത്തിൽ തിങ്ങിക്കൂടിയ പുരുഷാരത്തെയും സ്വീകരിക്കുന്നതിലും താമസ സൗകര്യം ഏർപ്പെടുത്തുന്നതിലും നിങ്ങൾ നല്ല സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ വസതിയിലേക്ക് പോയി വേദോക്ത പ്രകാരം നന്ദിയെയും സമാവർത്തനെയും സംബന്ധിച്ച കർമ്മങ്ങൾ അനുഷ്ഠിക്കാം.
അദ്ദേഹം ആ സഭാതലം വിടുമ്പോൾ ജനകനും സഹോദരനും യഥോചിതം ആദരിക്കുകയും പ്രധാന പ്രവേശനദ്വാരത്തിൽ വെച്ച് അവരുടെ അന്തസ്സിന് യോജിച്ച വിധം വിടവാങ്ങുകയും ചെയ്തു. അനന്തരം അവർ തങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്തു തീർക്കുന്നതിനായി സ്വന്തം കൊട്ടാരങ്ങളിലേക്ക് പോയി. ദശരഥൻ നന്ദി കർമ്മം അനുഷ്ഠിച്ചു. അതിരാവിലെ തന്നെ 4 പുത്രന്മാരെ കൊണ്ടും സമാവർത്തന കർമ്മം ചെയ്യിച്ചു. പാൽ കറക്കാനുള്ള വിലപ്പെട്ട പാത്രങ്ങളോടുകൂടി സാത്വിക ദ്വിജന്മാർക്ക് ദാനം ചെയ്യാൻ തിരഞ്ഞെടുത്ത പശുക്കളുടെ കൊമ്പിൽ അദ്ദേഹം സ്വർണ്ണാഭരണങ്ങൾ ഉറപ്പിച്ചു. കുട്ടികൾ പശുക്കളെ ദാനം ചെയ്യുന്ന രംഗം നയനാനന്ദകരമായിരുന്നു. 4 ദിക്കുകളിലുമുള്ള ദേവന്മാർ ബ്രഹ്മാവിനോടുകൂടി അവരുടെ മുമ്പിലുണ്ടെന്ന് മിഥിലയിലെ പൗരന്മാർക്ക് തോന്നി. ദശരഥന് ചുറ്റും 4 പുത്രന്മാരെ കണ്ടപ്പോൾ അങ്ങനെയാണ് അവർക്ക് തോന്നിയത്. ഈ ദാനം നടന്നുകൊണ്ടിരിക്കെ ഭരതന്റെ മാതാവായ കൈകേയിയുടെ സഹോദരനും കേകേയത്തിലെ രാജകുമാരനുമായ സുധാജിത്ത് അവിടെ എത്തിച്ചേർന്നു. സുധാജിത്തിന്റെ പിതാവ് തന്റെ പൗത്രനായ ഭരതനെ കുറേ ദിവസം കൂടെ താമസിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ താൻ അയോധ്യയിലേക്ക് ചെന്നപ്പോൾ രാജാവും കുടുംബവും രാമന്റെ വിവാഹത്തിന് മിഥിലയിലേക്ക് പോയിരിക്കുകയാണെന്നും അറിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. തൻ്റെ അച്ഛന് രാമന്റെ വിവാഹത്തെ സംബന്ധിച്ച് യാതൊരു വിവരണവും ഇല്ലായിരുന്നു. തനിക്കും അത് നടക്കുകയാണെന്ന അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മിഥിലയിലേക്ക് വന്നതാണ്. വിവാഹാഘോഷങ്ങൾ പങ്കെടുക്കുകയും മുത്തച്ഛന് പൗത്രനെ കുറെ കാലം ഒപ്പം താമസിപ്പിക്കണമെന്ന ആഗ്രഹം അറിയിക്കുകയും ചെയ്യാമല്ലോ. ഈ ഘട്ടത്തിൽ സുധാജിത്ത് അവിടെ എത്തിച്ചേരാൻ ഇടയായതിൽ ദശരഥൻ സന്തുഷ്ടനായി. അന്നു രാത്രി സന്തോഷകരമായ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ദശരഥൻ മക്കളോടും മറ്റുള്ളവരോടും വളരെ പ്രിയമായി സംസാരിച്ചു. അന്ന് ആ താവളത്തിൽ ആരും ഉറങ്ങിയില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരന്മാരുടെ വിവാഹാഘോഷം ദർശിക്കാനായി ആനന്ദകരമായ ദിവസം പുലരുന്നത് നോക്കി അക്ഷമരായിരിക്കുകയായിരുന്നു എല്ലാവരും. തൻ്റെ സ്വന്തം മകനാണ് വരനെന്നും അല്ലെങ്കിൽ സ്വന്തം മകളാണ് വധുവെന്നും ഉള്ള രീതിയിൽ സർവരും ആഹ്ലാദത്തിന് അധീനരായിരുന്നു. അവരുടെ ആനന്ദത്തെ ബ്രഹ്മാനന്ദത്തോടും അമിക്കാം. അതായിരുന്നു രാമനോടും സഹോദരന്മാരോടും അവർക്കുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ അളവ്. അതിരാവിലെ ജനകൻ വിവാഹകർമ്മം നടത്തുവാനുള്ള പ്രത്യേക വേദിയിലേക്ക് ചെന്നു. അദ്ദേഹത്തോടൊന്നിച്ച് ആധ്യാത്മിക ജ്യോതിസ് പ്രസരിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടം മഹർഷിമാരും ഉണ്ടായിരുന്നു. അദ്ദേഹം അനന്തരം പ്രാരംഭക്രിയകളെല്ലാം മുഴുമിപ്പിച്ച് വരന്മാരുടെയും അവരുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ആഗമനം പ്രതീക്ഷിച്ചിരുന്നു. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും ആചാരപ്രകാരമുള്ള കുളി കഴിച്ച് മഞ്ഞപ്പട്ടുകൾ ധരിച്ച് തലയിലും പട്ടുവസ്ത്രം ചുറ്റിക്കെട്ടി അവർ വൈരക്കല്ലുകളും ഇന്ദ്രനീലക്കല്ലുകളും പതിച്ച ആഭരണങ്ങളും അണിഞ്ഞിരുന്നു. അവർ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന സർവവശ്യമായ സൗന്ദര്യമുള്ള ദേവന്മാരാണെന്ന അഭിപ്രായം ദ്രഷ്ടാക്കളിൽ ജനിപ്പിച്ചു. വിജയ എന്നറിയപ്പെടുന്ന ശുഭമുഹൂർത്തം അടുത്തു വരികയായിരുന്നു. ആകാശത്തോളമെത്തിയ മധുരഗാനാലാപം സ്വർഗത്തിൻ്റെ കുംഭഗോപുരം വരെ എത്തിയ സംഗീതം സ്വന്തം ഉപകരണങ്ങളിൽ കൂടി പ്രയോഗിച്ചു കൊണ്ടിരുന്ന ഗായകന്മാരോടൊപ്പം അവൻ വിവാഹവേദിയെ സമീപിച്ചു. കൊട്ടാരത്തിലെ സഭാംഗങ്ങൾ, സാമന്ത രാജാക്കന്മാർ, രത്നങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ, സ്വർണ്ണനാണ്യങ്ങൾ, വിവാഹഘോഷത്തിന് ആവശ്യമുള്ള മറ്റു ശുഭവസ്തുക്കൾ എല്ലാം വഹിച്ചുകൊണ്ടുള്ള പരിചാരകന്മാർ എന്നിവരെല്ലാം അവരെ അനുഗമിച്ചു. ബഹുജനം കണ്ണിമയ്ക്കാതെ അവരുടെ സൗന്ദര്യവും പൗരുഷവും നോക്കി നിന്നു. അവരുടെ ആകപ്പാടെയുള്ള സ്ഥിതിയും മന്ദസ്സും കാണുമ്പോൾ അവർ കേവലം മനുഷ്യരല്ല, ദിവ്യത്വമുള്ളവരാണെന്ന് തോന്നുന്നുവെന്ന് അവരന്യോന്യം പറഞ്ഞു. അവർ ആശ്ചര്യപൂർവ്വം വെളിപ്പെടുത്തി, ഹാ എന്തു ചന്തം, എന്തു വശ്യത, സൗന്ദര്യത്തിൻ്റെ എന്തൊരു ഉദ്ഗമനം. എല്ലാവരും ആശ്ചര്യപൂർണമായി. പ്രേക്ഷകരുടെ തടിച്ച നിരകൾക്കിടയിൽ കൂടി വരന്മാർ നടന്നു പോകുമ്പോൾ അവർ സ്വയം മന്ത്രിച്ചു, അവർ സ്വർഗവാസികളാണ്, ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. തങ്ങൾ ഇത്രയും ചന്തമുള്ള രാജകുമാരന്മാരെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് സ്ത്രീകൾ സത്യം ചെയ്തു പറഞ്ഞു. ഓരോ ജാലകവും മട്ടുപ്പാവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ഒടുവിൽ രാജകുമാരന്മാർ വിവാഹവേദിയിലേക്ക് എത്തി അവിടെ ഇരുന്നു. അനന്തരം ജനകനും ഭ്രാതാവായ കുശധ്വജനും അവരുടെ പുത്രിമാരെ വിവാഹവേദിയിലേക്ക് ആനയിച്ചു. അവർ ആചാരപ്രകാരമുള്ള സ്നാനം കഴിച്ചിരുന്നു. വിവാഹ ദിവസം വധുക്കൾക്ക് ഉചിതമാം വിധം അവർ അലങ്കൃതകളായിരുന്നു. അവർ മൂടുപടം ധരിച്ചിരുന്നു. പിതാക്കന്മാരെ അനുഗമിച്ചിരുന്ന അവരോട് ഒന്നിച്ച് ആയിരക്കണക്കിൽ തോഴിമാരുണ്ടായിരുന്നു.
തോഴിമാർ, പഴങ്ങൾ, പുഷ്പങ്ങൾ, ചുവപ്പും മഞ്ഞയുമായ കാന്തിവർദ്ധകമായ പരിമള വസ്തുക്കളുടെ കൂട്ടം, ധാന്യമണികൾ, രത്നാഭരണങ്ങൾ, രത്നക്കല്ലുകൾ എന്നിവയെല്ലാം വഹിച്ചിരുന്നു. ഉത്സവത്തിന് മിഥിലയിലെ നിധികൾ മുഴുവനും വെട്ടിത്തിളങ്ങുന്ന അരുവികളായി പ്രവഹിക്കുകയാണെന്ന് തോന്നി. 4 വധുക്കളും വിശിഷ്ട ദീപങ്ങളെപ്പോലെ വിളങ്ങിയിരുന്നു. അവർ അഭിമുഖമായിരുന്നു. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവർ ഒരു ഭാഗത്തും, സീത, ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി എന്നിവർ മറുഭാഗത്തും. അവർക്കിടയിൽ മറയായി ഒരു പട്ടവസ്ത്രം പിടിച്ചിരുന്നു. അയോധ്യയിലെ പൗരന്മാരും അവിടെ നിന്നും വന്ന കുലീനന്മാരും ദശരഥൻ്റെ പിന്നിലും, മിഥിലയിലെ പൗരന്മാരും വിവാഹത്തിന് ജനകൻ്റെ ക്ഷണപ്രകാരം എത്തിയവരും ജനകൻ്റെ പിന്നിലുമായി ഉയർന്ന വിവാഹവേദിയിലിരുന്നു. അവിടെയുണ്ടായിരുന്ന എല്ലാവരും ശ്രദ്ധ പിടിച്ചുപറ്റിയത് കല്യാണ മണ്ഡപമായിരുന്നു. സങ്കീർണമായ കലാപരവും ആഡംബര സമൃദ്ധവുമായ അലങ്കാരങ്ങൾ കൊണ്ട് അത് സവിശേഷ ശോഭ വഹിച്ചിരുന്നു. അതെല്ലാം തന്നെ സ്വർണവും വെള്ളിയും പുഷ്പങ്ങളും പട്ടുതോരണങ്ങളും കൊടികളും അലങ്കാരപ്പണികളും ദീപവഹം സ്തംഭങ്ങളും തൂണുകളും കമാനങ്ങളും പച്ചിലക്കൂട്ടങ്ങളും ആയിരുന്നു. ഒരിക്കൽ നോക്കിയാൽ പിന്നീട് കണ്ണെടുത്തുകൂടാത്ത നിലയിലായിരുന്നു അതിലെ ഓരോ അലങ്കാരവും. വിസ്തൃതമായ ആ വിവാഹ മണ്ഡപം ബന്ധുക്കളാലും ആശംസക്കാരും ആരും നിറഞ്ഞു കവിഞ്ഞിരുന്നു. മിഥില തന്നെ ആ വിവാഹാഘോഷത്തിൻ്റെ ഹർഷം അനുഭവിക്കുകയാണെന്ന്, അവളുടെ സ്വന്തമെന്ന നിലയിൽ അഭിമാനപൂർവ്വം അത് ആസ്വദിക്കുകയാണെന്നും തോന്നി. ഉടനെ ദശരഥൻ എഴുന്നേറ്റ് കുലഗുരുവായ വസിഷ്ഠനെ മര്യാദപൂർവ്വം ഓർമ്മിപ്പിച്ചു. നമ്മൾ എന്താണ് വൈകുന്നത്? ഇത് കേട്ട് ജനകൻ വസിഷ്ഠൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് വിവാഹ ചടങ്ങുകൾ നിർവഹിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. വസിഷ്ഠൻ സമ്മതിച്ചു. ആ ശുഭകർമ്മത്തിന് അനുഗുണമായ വിധം വൈദിക പണ്ഡിതന്മാരുടെ വിദഗ്ധന്മാരും മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കെ വേദിയുടെ മധ്യത്തിൽ വസിഷ്ഠൻ വിശ്വാമിത്രനോടും സദാനന്ദനോടും കൂടി ആ യാഗാഗ്നി ജ്വലിപ്പിച്ചു. അഗ്നികുണ്ഡത്തിന് ചുറ്റും പുഷ്പങ്ങളാലും ചന്ദനത്താലും അലങ്കൃതവും നവധാന്യങ്ങളും ഇളമുളകൾ നിറച്ചതുമായ സ്വർണ്ണത്തലികകൾ വെച്ച് ധൂപക്കുറ്റികൾ, യജ്ഞാഗ്നികൾ, ഹോമദ്രവ്യങ്ങൾ കോരിയൊഴിക്കുന്ന പരിശുദ്ധമായ കരണ്ടികൾ, കനകജലപാത്രങ്ങൾ, കോപ്പകൾ മുതലായ ഈ കർമ്മത്തിന് ആവശ്യമായ സാധനങ്ങളും ഉണ്ടായിരുന്നു. ശാസ്ത്രോക്ത പ്രകാരം കുശപ്പുല്ല് നിലത്തു വിരിച്ച് അനന്തരം അവർ വധൂവരന്മാർക്ക് ക്ഷേമവും സുഖവും ഉറപ്പിച്ചു വരുത്തുന്ന മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഹോമദ്രവ്യങ്ങൾ അഗ്നിയിലേക്ക് അർപ്പിക്കാൻ ആരംഭിച്ചു. ഓരോ കർമ്മവും ശ്രദ്ധയോടും ശരിയായും നിർവഹിക്കപ്പെട്ടു. വൈവാഹികാരംഭത്തെ കുറിക്കുന്ന മംഗല സൂത്രങ്ങൾ രാജകുമാരന്മാരുടെയും രാജകുമാരിമാരുടെയും മണിബന്ധത്തിൽ കെട്ടി. അടുത്ത ക്രിയ കന്യാദാനമായിരുന്നു. വസിഷ്ഠൻ ജനകനെ മുന്നോട്ട് വരാൻ വിളിച്ചു. രാജകീയമായ വേഷങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ ജനകൻ യാഗാഗ്നിശാലയുടെ അടുത്തു വന്നു. മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം സീതയുടെ കൈപിടിച്ച് രാമൻ്റെ കൈകളിൽ അർപ്പിച്ചു. അദ്ദേഹം ആനന്ദ ബാഷ്പം പൊഴിച്ചു. ക്ഷേമത്തെ കുറിക്കുന്ന ഒരു നാളികേരം ആദ്യമേ രാമൻ്റെ കയ്യിൽ വെച്ചിരുന്നു. സീതയുടെ കൈകൾ അവിടെ വച്ചതോടുകൂടി ജനകൻ കന്യാദാനത്തിൻ്റെ ഒരു ചടങ്ങെന്ന നിലയിൽ ആ കൈകളിന്മേൽ പാലൊഴിച്ചു. ആ സമയത്ത് ജനകൻ രാമനോട് ഇങ്ങനെ പറഞ്ഞു: രാമ, ഇതാ എൻ്റെ മകൾ സീത. ഈ വിവാഹ നിമിഷം മുതൽ അവൾ നിന്റെ ധാർമ്മിക പദത്തിൽ സഞ്ചരിക്കും. അവളെ സ്വീകരിക്കൂ. അവൾ ക്ഷേമം, ശാന്തി, ആനന്ദം ഇവ കൊണ്ടുവരും. നിന്റെ കൈകൊണ്ട് അവളുടെ കൈ പിടിക്കൂ. ഈ നിമിഷം മുതൽ എന്നും അവൾ നിന്റെ നിഴലാണ്. വാക്കുകളോടുകൂടി കന്യാദാനത്തിൻ്റെ സൂചന എന്ന നിലയിൽ അദ്ദേഹം രാമൻ്റെ കൈകളിന്മേൽ വെള്ളമൊഴിച്ചു. പിന്നെ ലക്ഷ്മണനുള്ളിടത്തേക്ക് വന്ന് അദ്ദേഹം പറഞ്ഞു: ലക്ഷ്മണ, ഞാൻ നിനക്ക് ഊർമിള എന്ന വധുവിനെ തരുന്നു. അവളെ സ്വീകരിക്കൂ. ശാസ്ത്രോക്തമായ മന്ത്രങ്ങൾ ഉച്ചരിച്ച് വരന് അവളെ ദാനം ചെയ്ത ചടങ്ങ് അദ്ദേഹം നിർവഹിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഭരതനെ സമീപിച്ച് വിവാഹ മന്ത്രങ്ങൾ ഉരുക്കഴിച്ചുകൊണ്ട് മാണ്ഡവിയെ ഭരതന് വധുവായി ദാനം ചെയ്തു. ഇതേ രീതിയിൽ തന്നെ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചും തീർത്ഥജലം പകർന്നും ശ്രുതകീർത്തിയെ ശത്രുഘ്നും ദാനം ചെയ്തു. ഇതിനുശേഷം വേദജ്ഞന്മാരായ പണ്ഡിതന്മാർ വിവാഹിതന്മാരുടെ മേൽ ഈശ്വര അനുഗ്രഹം ഉണ്ടാവാൻ ചെയ്യാറുള്ള ചടങ്ങുകളും ക്രിയകളും മുഴുമിപ്പിച്ചു. അതിൽ പിന്നെ ജനകൻ എഴുന്നേറ്റ് വേദിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് വരന്മാരെ ഇങ്ങനെ അറിയിച്ചു: വത്സന്മാരെ, ഞങ്ങളുടെ പുത്രിമാർ നിങ്ങളുടെ ഗൃഹനാഥകളായി അവരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ശുഭമുഹൂർത്തം സമാഗതമായി. അദ്ദേഹം പറഞ്ഞ പ്രകാരം
ഉടനെ വസിഷ്ഠന്റെ അനുഗ്രഹത്തോടും അംഗീകാരത്തോടും കൂടി 4 സഹോദരന്മാരും തങ്ങളുടെ വധുക്കളുടെ കൈപിടിച്ച് ആദ്യം യാഗാഗ്നിയെയും പിന്നെ ജനകനെയും കുലഗുരു വസിഷ്ഠനെയും വലം വയ്ക്കുകയും അവരെ നമസ്കരിക്കുകയും ചെയ്തു. അവരങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ പുഷ്പവർഷമുണ്ടായി. പലതരം സംഗീതോപകരണങ്ങളിൽ നിന്നും സംഗീതം ഉയർന്നു. പ്രശസ്തമായ സദസ്സ് അവിടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളെയും ആശംസിച്ചു. അവരുടെ തലയിൽ ധാന്യമണികളെറിഞ്ഞു. ശുഭം ശുഭം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ആഹ്ലാദം ഉദ്ഘോഷണം ആകാശത്തെ പിടിച്ചു കുലുക്കി. അത് എല്ലാ ചെവികളിലും ആനന്ദം നിറച്ചു. ദേവകൾ സ്വർഗത്തിൽ നിന്ന് ദിവ്യ സംഗീതം ആലപിച്ചു. ഹർഷോന്മത്തമായ ആഹ്ലാദത്തിമിർപ്പിൽ ദേവവാദ്യം മുഴക്കി. സ്വർഗത്തിലെ ഗായകന്മാർ സ്തുതിഗീതം പാടി. വേദിയിൽ കൊട്ടാരം ഗായകന്മാർ വിവാഹഘോഷത്തിൻ്റെ ഗാംഭീര്യത്തെ വർണ്ണിച്ച് ശിവന്റെയും ഗൗരിയുടെയും വിവാഹത്തിന് തുല്യമാണിതെന്ന് പുകഴ്ത്തിക്കൊണ്ട് പരമ്പരാഗതമായി പാടിവരുന്ന പാട്ടുകൾ പാടി. 4 സഹോദരന്മാരും വധുക്കളോടൊപ്പം ആ മഹാസദസ്സിനെ അഭിമുഖീകരിച്ചു കൊണ്ട് നിന്നു. സദസ്സിൻ്റെ എന്നെന്നും സുഖമായിരിക്കട്ടെ, ശുഭമായതെല്ലാം നിങ്ങൾക്കുണ്ടാവട്ടെ തുടങ്ങിയ ആശംസകൾക്കും ആദരവുകൾക്കും അംഗീകാരമായി അവർ അതിനെ വണങ്ങി. തങ്ങളുടെ ആരോഗ്യം, വീര്യം, സൗന്ദര്യം മുതലായവയുടെ ഉജ്ജ്വലപ്രഭയുള്ള ആ രാജകുമാരന്മാർ വധുക്കളോടൊന്നിച്ച് മാതാപിതാക്കന്മാർ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയി. അമ്മമാർ മറയ്ക്കു പിന്നിൽ നിന്ന് വിവാഹ ചടങ്ങുകൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. വധൂവരന്മാർ അവരെ നമസ്കരിക്കുകയും അവരുടെ അനുഗ്രഹം നേടുകയും ചെയ്തു. അനന്തരം അവർ തങ്ങൾ താമസിക്കാനായി ഏർപ്പാട് ചെയ്തിരുന്ന കൊട്ടാരങ്ങളിലേക്ക് പോയി. അന്ന് തുടങ്ങി 3 ദിവസത്തേക്ക് ആഹ്ലാദപൂർണമായ വിവിധ തരം ചടങ്ങുകളും ഉത്സവങ്ങളും ഉണ്ടായി. അങ്ങനെ ആ ഘട്ടത്തിൽ മിഥിലയിൽ വിവാഹത്തെ സംബന്ധിക്കുന്നതിനായി എത്തിച്ചേർന്ന അയോധ്യക്കാർക്കും മിഥില നിവാസികൾക്കും രാവും പകലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇടതടവറ്റ ആഘോഷമായിരുന്നു അവിടെ. വിവാഹത്തിൻ്റെ പിറ്റേ ദിവസം വിശ്വാമിത്രൻ ദശരഥൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു. അദ്ദേഹം സഹോദരന്മാരെ അടുത്ത് വിളിച്ചു. വർദ്ധിച്ച വാത്സല്യത്തോടുകൂടി അവരെ ഓമനിച്ചു. ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. അനന്തരം ദശരഥൻ്റെ നേരെ തിരിഞ്ഞ് ഹിമാലയ പ്രദേശത്തേക്ക് പോകാനുള്ള തൻ്റെ ഉദ്ദേശം പ്രസ്താവിച്ചു. ഇത് കേട്ടപ്പോൾ രാമലക്ഷ്മണന്മാരും ശത്രുഘ്നന്മാരും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. വിശ്വാമിത്രൻ പിന്നെ ജനകൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ജനകൻ, സീത, ഊർമിള, മാണ്ഡവി, ശുദ്ധകീർത്തി എന്നിവരെയെല്ലാം അനുഗ്രഹിച്ച് താൻ ഹിമാലയത്തിലേക്ക് യാത്രയാവുകയാണെന്ന് അവരെ അറിയിച്ചു. ദശരഥനും ജനകനും അയോധ്യയിലെയും മിഥിലയിലെയും മറ്റ് അനേകം പേർക്കും മനോവിഷവും ഉണ്ടാക്കി. മഹർഷിയെ പോകാൻ അനുവദിക്കുകയോ അവിടെ തന്നെ താമസിക്കാൻ അപേക്ഷിക്കുകയോ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ അവരുടെ കൃതജ്ഞതയുടെ ഭാരം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ചു. അദ്ദേഹം സ്ഥലം വിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദപംസുക്കൾ അവർ എടുത്ത് തലയിലണിഞ്ഞു. 3-ാം ദിവസം അയോധ്യയിലേക്ക് പോകണമെന്ന് ദശരഥൻ പ്രസ്താവിച്ചപ്പോൾ ജനകൻ യാതൊരു മുടക്കവും പറഞ്ഞില്ല. അദ്ദേഹം മടക്കയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. വധുക്കളെ അനുഗമിക്കേണ്ട രാജസ്തുതി പാഠകന്മാർ, തോഴികൾ, ദാസികൾ എന്നിവരെ ഒരുക്കി നിർത്തി. അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ശേഖരിച്ച് അനേകം രഥങ്ങളിൽ നിറച്ചു. അനേകം ആനകൾ, രഥങ്ങൾ, കുതിരകൾ, പശുക്കൾ എന്നിവ സമ്മാനങ്ങളായി കൊടുത്തു. ജാമാതാക്കന്മാർക്ക് ആഭരണങ്ങളും അമൂല്യമായ രത്നങ്ങളും ധാരാളം കൊടുത്തു. കൂടാതെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പലതരം സാധനങ്ങൾ സമ്മാനമായി നൽകി. പിറ്റേ ദിവസം രഥങ്ങൾ യാത്രയ്ക്ക് തയ്യാറായി. കൊട്ടാരത്തിലെ സ്ത്രീജനങ്ങൾ കണ്ണുനീർ വാർത്തു. മാത്രമല്ല, മിഥില നഗരത്തിലെ മുഴുവൻ സ്ത്രീകളും ആ 4 രാജകുമാരിമാരുടെ വിരഹത്തിൽ വിലപിച്ചു. സീതയിൽ നിന്നും ഊർമിളയിൽ നിന്നുമുള്ള വിരഹവേദന സഹിക്കാനാവാതെ ഒട്ടേറെ വൃദ്ധകളായ ആയമാരും ദാസിമാരും മറ്റും വല്ലാതെ തകർന്നുപോയി. അമ്മമാർ ജാമാതാക്കന്മാരുടെ കൈപിടിച്ച് തങ്ങളുടെ പുത്രിമാരോട് ശാന്തമായും സ്നേഹപൂർണമായും പെരുമാറണമെന്ന് അപേക്ഷിച്ചു. അവർ യാതൊരു അല്ലലും അറിഞ്ഞവരല്ല. മൃദുവായും ലോലമായും വളർന്നവരാണവർ. അവർ ദയനീയമായി അർത്ഥിച്ചു. സ്വന്തം കണ്ണുകൾ നഷ്ടപ്പെടുകയാണെന്നതുപോലെ അവർ കരഞ്ഞു. ഒടുവിൽ അവർ രഥത്തിൽ കയറി. രഥം മുന്നോട്ട് നീങ്ങി. കഴിഞ്ഞ 3 ദിവസങ്ങൾ എത്ര ആനന്ദത്തോടു കൂടിയാണോ നഗരം കഴിഞ്ഞത്, ഇപ്പോൾ അതേ അളവിൽ അത് മ്ലാനത കൊണ്ട് പൂർണ്ണമായി. സീതയുമായി വിട്ടുപിരിയുവാൻ ജനകന് വളരെ പ്രയാസമായിരുന്നു. അദ്ദേഹം കണ്ണീരടക്കുവാൻ കഴിയും വിധം ശ്രമിച്ചു. സീതയുടെ ഗുണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം കുറേ ദൂരത്തോളം ദശരഥനോടൊത്തുപോയി. സീതയോട് സ്നേഹാദരമായി പെരുമാറണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. സീതയുടെ ക്ഷേമവിവരം തന്നെ കൂടെ അറിയിക്കണമെന്ന് അദ്ദേഹം കണ്ണീരോടുകൂടി അപേക്ഷിച്ചു. മറ്റുള്ള വധുക്കളെ പറ്റിയും അദ്ദേഹം ഉത്കണ്ഠ പ്രദർശിപ്പിച്ചു. ഇതിനെല്ലാം വളരെ സഹായം
സഹാനുഭൂതിയോടുകൂടിയ പ്രതികരണമാണ് ദശരഥനിൽ നിന്നുണ്ടായത്. ജനകൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദുഃഖം ശമിപ്പിക്കുന്നതിന് ആവുന്നതും ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജനക, ഞങ്ങൾക്ക് സ്വന്തമായി പെൺകുട്ടികളില്ല. അപ്പോൾ വാത്സല്യപൂർവ്വം ഓമനിക്കുവാൻ ഞങ്ങൾ ഇത്രയും ആഗ്രഹിച്ചത് ഈ കുട്ടികളെയാണ്. ഞങ്ങൾക്കവർ പുത്രികളും പുത്രഭാര്യമാരുമാണ്. അവർക്കൊരു അസൗകര്യവും വരികയില്ല. അവരുടെ ആനന്ദത്തിനും സുഖത്തിനും ആവശ്യമുള്ള വസ്തുക്കളെല്ലാം അവർക്ക് ലഭിക്കും. ലേശം പോലും അസ്വസ്ഥമാവുകയോ ദുഃഖിക്കുകയോ വേണ്ട. അവർക്ക് നേരെ ഞങ്ങളുടെ പ്രേമവും വാത്സല്യവും ധാരാളം ഉണ്ടായിരിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തിരിച്ചു പോവുക. ജനകൻ ചക്രവർത്തിയുടെ രഥത്തിൽ നിന്നിറങ്ങി വധുക്കളെ സമീപിച്ചു. അവർ വരന്മാരോടൊപ്പം ഇരിക്കുകയായിരുന്നു. തങ്ങളെ അതുവരെ വളരെ പ്രേമത്തോടുകൂടി പോറ്റി വളർത്തിയ വീട്ടിൽ നിന്നും ഉള്ള വിരഹത്തിൻ്റെ വേദന സഹിക്കുവാൻ അദ്ദേഹം പല വഴിയും ഉപദേശിച്ച് അവരെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം ധൈര്യം പ്രദാനം ചെയ്തു. ഭർത്താവിനോടും ഭർത്തൃബന്ധുക്കളോടും ഭക്തിയോടുകൂടിയിരിക്കണമെന്ന് ഉപദേശിക്കുന്ന അനേകം ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾ അദ്ദേഹം ഉദ്ധരിച്ചു. തങ്ങൾ ഓരോരുത്തരും ചെന്നു ചേരുന്ന കുടുംബത്തിലെ വേലക്കാരോട് എങ്ങനെ പെരുമാറണമെന്നും അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തി. അവരുടെ ആദരപൂർണമായ നമസ്കാരം അദ്ദേഹം സ്വീകരിച്ചു. ഒരിക്കൽ കൂടി അവരെ തലോടി അനുഗ്രഹിച്ചു. മിഥിലയിലേക്ക് പോകാൻ അവരിൽ നിന്നും തിരിഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുപോയി. എന്നിരുന്നാലും അദ്ദേഹം തേരിൽ കയറി കൊട്ടാരത്തിലേക്ക് നീങ്ങി. രഥങ്ങൾ അയോധ്യയിലേക്കും മിഥിലയിലേക്കും ഓടി. വളരെ വേഗം അവർ കണക്കിൽ അകന്നു. ജനകൻ മിഥിലയിലെത്തി. അപ്പോൾ രാജധാനിയിലെ മുറികൾ ശൂന്യമായിരുന്നു. ജീവിതത്തിൻ്റെ ഒരു ലക്ഷണവും ഇല്ലാതെ, ആനന്ദത്തിൻ്റെ തിളക്കമില്ലാതെ, ആഹ്ലാദത്തിൻ്റെ ശബ്ദമില്ലാതെ ഒരു ക്ഷണം പോലും അവിടെ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മിഥില ഒരു ദുഃഖ നഗരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജനകൻ സദാനന്ദ മഹർഷിക്കും മന്ത്രിമാർക്കും ആളയച്ചു. ശോകത്തിൻ്റെ ഉദ്ഗമനത്തിൽ നിന്നും മനസ്സിന് സ്വല്പം എങ്കിലും മോചിപ്പിക്കുവാൻ വേണ്ടി കാര്യത്തിൻ്റെ പല വശങ്ങളും അവർ ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്തു. ചർച്ചകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വീണ്ടും ദുഃഖത്തിലേക്ക് അലയും. ചർച്ചയിൽ പൊന്തിവന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെടാതെ മറുപടികളാണ് അദ്ദേഹം പലപ്പോഴും നൽകിയത്. ഇത് കണ്ടപ്പോൾ മന്ത്രി പറഞ്ഞു, അല്ലയോ രാജാവേ, സീതയിൽ നിന്നുള്ള വിരഹം അങ്ങയുടെ ഹൃദയത്തിൽ കഠിനമായ ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വിരഹത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഒരച്ഛനും രക്ഷ നേടാൻ സാധ്യമല്ല. അവളെ വരന് ദാനം ചെയ്തു കഴിഞ്ഞാൽ അച്ഛൻ്റെ കാര്യം ആ പുത്രിബന്ധം ക്രമേണ ലഘൂകരിച്ചു കൊണ്ടുവരികയാണ്. ആ സംഗതി അങ്ങേക്ക് അറിയാത്തതല്ല. സീത സാധാരണ കന്യകയല്ല എന്ന് ഞങ്ങൾക്കറിയാം. അവൾ ഒരു ദിവ്യ കന്യകയാണ്. അതുകൊണ്ട് അവളിൽ നിന്നുള്ള വിരഹം അങ്ങേക്ക് കൂടുതൽ വേദന ഉണ്ടാക്കും. രാജാവേ, ഈ പുത്രികൾ ദിവ്യകളാണ്. ജാമാതാക്കളും ദിവ്യ തേജസ്സുള്ളവരാണ്. അവർ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവരാണെന്ന് തോന്നുന്നു. മിഥിലയിൽ ഓരോരുത്തർക്കും, യുവാവിനും വൃദ്ധനും ആ ബോധ്യമുണ്ട്. അവരോട് ആദരവ് കാട്ടിയിരുന്നു. ആ രീതിയിലുള്ള വരന്മാർ അതേ രീതിയിലുള്ള വധുക്കളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുക എന്നത് ആശ്ചര്യമായൊരു ഏകോപന സംഭവമാണ്. എല്ലാ നിലയിലും അർഹമായുള്ളവർ ശാരീരികമായി, മാനസികമായി, ബുദ്ധിപരമായി, ആധ്യാത്മികമായി, ഇങ്ങനെ എല്ലാം സ്വഭാവങ്ങളിലും, അന്തസ്സിൽ, ധനത്തിൽ, ശക്തിയിൽ, കുടുംബശ്രേഷ്ഠതയിൽ, വംശപരിശുദ്ധിയിൽ, മതബോധത്തിൽ, എല്ലാറ്റിലും അനുരൂപം ഇതെല്ലാവർക്കും സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് അല്പം പോലും കുറവില്ലാത്ത പുത്രിമാർക്ക് സുഖമുണ്ടാവും. കാലം കഴിയും തോറും അവർക്ക് കൂടുതൽ ആനന്ദം വർദ്ധിക്കും. വൈവാഹിക ആഘോഷത്തിൻ്റെ ഗാംഭീര്യം അവർ ഓർത്തു. ജനകൻ്റെ ശുദ്ധമായ മനസ്സിനെ ശാന്തമാക്കി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന് സമചിത്തതയും മനഃശാന്തിയും കൈവരുത്തുന്നതിലും സ്വയം ഏർപ്പെട്ടു. സായിറാം.